ബുക്കർ പ്രൈസ് ജേതാവായ അരുന്ധതി റോയുടെ ഉൾപ്പെടെയുള്ള 25 പുസ്തകങ്ങൾ നമ്മുടെ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിരോധിച്ചു. അതിനെക്കുറിച്ച് കൂടുതൽ വല്ലതും അറിയോ? ഈ ബുക്കർ പ്രൈസ് കിട്ടിയത് കൊണ്ട് അരുന്ധതി റോയ് എല്ലാം തികഞ്ഞ ഒരാളാണെന്ന് കരുതാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഈ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ 25 പുസ്തകങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. അതിൽ ചില പ്രമുഖരും ഉണ്ട്. ആ 25 പുസ്തകങ്ങൾ നിരോധിക്കാൻ പറയുന്ന കാരണം തെറ്റായ വിവരങ്ങളും വിഘടനവാദം പ്രചരിപ്പിക്കലും അതിന് സഹായിക്കുന്ന, അത് പ്രോത്സാഹിപ്പിക്കുന്ന പുസ്തകങ്ങളാണ് നിരോധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജമ്മു കാശ്മീർ ആഭ്യന്തര സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 98ാം വകുപ്പ് പ്രകാരമാണ് ഈ പുസ്തകങ്ങൾ നിരോധിച്ചിരിക്കുന്നത്. അരുന്ധതി റോയിയുടെ ആസാദി എന്ന പുസ്തകമാണ് നിരോധിച്ചത്. അതുപോലെ ഈ ഭരണഘടനാ വിദഗ്ധൻ AG നൂറാനിയുടെ ദ കാശ്മീർ ഡിസ്പ്യൂട്ട് 1947-2012 ആ പുസ്തകം നിരോധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വിക്ടോറിയ ഷോഫീൽഡ്, സുമന്ത്ര ബോസ്, ഒരു അന്താരാഷ്ട്ര വിദഗ്ധനാണ്, ക്രിസ്റ്റഫർ സ്നൈഡൻ തുടങ്ങിയവരുടെ പുസ്തകങ്ങളും നിരോധനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകങ്ങൾ നിരോധിക്കാനുള്ള കാരണം വളരെ വ്യക്തമാണ്. ഇത് പറഞ്ഞ് തെറ്റായ വിവരങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നു. കാശ്മീരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കാശ്മീരിന്റെ പൂർവ്വചരിത്രം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ഇപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നതിന് മുമ്പും പോയതിനു ശേഷമുള്ള ചരിത്രം ഇതൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ അതിനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ വിഘടനവാദം, ഈ കാശ്മീരിനെ ജമ്മു കാശ്മീരിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോയി ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാനുള്ള ശ്രമം ഒരു വശത്ത്, പാകിസ്ഥാനോട് ചേർക്കാനുള്ള ശ്രമം വേറൊരു വശത്ത്, ഇങ്ങനെ 2 തരത്തിൽ അവിടെ കാലങ്ങളായിട്ട് പല പരിശ്രമം നടക്കുന്നുണ്ട്. ഇത് രണ്ടിനും ഫണ്ട് ചെയ്യുന്നതും തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കുന്നതും ഒക്കെ പാകിസ്ഥാനാണ്. അപ്പൊ ഇത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ നരേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുക, അത് പുസ്തകങ്ങളാക്കുക. ഇപ്പം അരുന്ധതി റോയിയെ കുറിച്ച് നമുക്കറിയാം, അവരെല്ലാ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് അവരുടെ നിലപാട് എന്തായിരുന്നു, ടീസ്റ്റാസ് ചെതൽവാദുമായിട്ട് ചേർന്ന് അവരെന്തൊക്കെയാണ് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിപ്പിച്ചിരുന്നത്. പറയുമ്പോൾ അവരൊരു ഹ്യൂമനിറ്റേറിയൻ ഒരു ഇതാണ് കൊണ്ടുവരുന്നത്, അവിടെ ഒരു അങ്ങനത്തെ ഒരു ആംഗിളാണ് കൊണ്ടുവരുന്നത്. പക്ഷെ മൊത്തം അല്ലേ എഗൻസ്റ്റ് ദ ഗവൺമെന്റ്, ഒരു ആഗോള സുവിശേഷവൽക്കരണത്തിന്റെ ഇവാഞ്ചലൈസേഷൻ, ഗ്ലോബൽ ഇവാഞ്ചലൈസേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അരുന്ധതി റോയി എന്ന ആക്ഷേപം പലപ്പോഴും ഉയർന്നിട്ടുണ്ട് അവർക്കെതിരെ. അതിപ്പം നമുക്കിപ്പോൾ ഈ വരുന്ന വാർത്തകളെക്കുറിച്ചും ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാമെന്നേ ഉള്ളൂ. നമ്മളല്ല ഒരു കൺക്ലൂഷനിലെത്തുന്നത്. പക്ഷെ പല ദുരൂഹ സാഹചര്യങ്ങളിലും സംശയിക്കത്തക്ക വിധത്തിൽ അരുന്ധതി റോയിയുടെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നു. ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒക്കെ. ഈ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെ അരുന്ധതി റോയ് വളരെ പ്രതിലോമകരമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്. പല വിദഗ്ധരും, ഈ രംഗത്തെ വിദഗ്ധരും അരുന്ധതി റോയിയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് ഈ ഗുജറാത്ത് കലാപം തൊട്ടാണ് അരുന്ധതി റോയ് വാർത്തകളിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം അർബൻ നക്സലുകളെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഒക്കെ അരുന്ധതി റോയിയുടെ ആ ഇടപെടലുകൾ ഒക്കെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അരുന്ധതി റോയിയെ സംബന്ധിച്ച് ഒരു അവരുടെ വ്യക്തിത്വത്തിന് ദുരൂഹത വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ കളങ്കമേൽപ്പിക്കുന്ന നിരവധി ആക്ഷേപങ്ങൾ അവർക്കെതിരെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാശ്മീരിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഹുറിയത്ത് കോൺഫറൻസ് എന്ന് പറയുന്ന വിഘടനവാദികളുമായിട്ട് ചേർന്ന് അരുന്ധതി റോയി
വലിയ എന്താ പറയുക മൂവ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഹുറിയത്ത് കോൺഫറൻസ് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇനി ഹുറിയത്ത് കോൺഫറൻസിനെ ഇനിയും വിശദീകരിക്കുകയോ ഇനിയും അവരുടെ ഈ എന്താ പറയുക അടിത്തറ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനം എന്താണെന്ന് പൊളിച്ചു കാണിക്കുകയോ ഒന്നും വേണ്ട. വളരെ കൃത്യമായിട്ട് കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് മോചിപ്പിച്ച് ഒരു സ്വതന്ത്ര കാശ്മീരാക്കി നിലനിർത്തണം. ഞങ്ങളുടെ ഭാഷ പോലും വേറെയാണ്. കാശ്മീരിയത്ത് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നത് അവരാണ്. അതേസമയം ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകൾ പാകിസ്ഥാനുമായി ചേർന്ന് കാശ്മീരിനെ മോചിപ്പിച്ച് പാകിസ്ഥാനോട് ചേർക്കണം. അതിനുവേണ്ടി ആയുധമെടുത്ത് പോരാടുന്ന ഒരു കൂട്ടരാണ് ഈ പറയുന്ന LETയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ. അവർക്ക് എല്ലാ കാലത്തും അവര് കാശ്മീർ മാത്രമല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം കാശ്മീരിനെ ബ്ലീഡ് ചെയ്യിച്ചുകൊണ്ട്, കാശ്മീരിൽ നിന്ന് രക്തമൊഴുക്കിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ കാലത്തും മുൾമുനയിൽ നിർത്തുക, ഇന്ത്യ മഹാരാജ്യത്തിനോട് നിരന്തരമായ യുദ്ധം. അതായത് 71 യുദ്ധത്തോടു കൂടി പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യയോട് യുദ്ധം ചെയ്ത് ജയിക്കുക എളുപ്പമല്ല. അതുകൊണ്ടാണ് 80കളിൽ ഈ കാശ്മീരിൽ ഈ വിഘടനവാദം, കാശ്മീരിൽ മുമ്പും വിഘടനവാദം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ 80കളിൽ അതിൻ്റെ സ്വഭാവം മാറി. വളരെ കൃത്യമായിട്ട് മിലിറ്റന്റ് ഓപ്പറേഷൻസ്, അതായത് തീവ്രവാദി ആക്രമണങ്ങൾ കാശ്മീരിൽ ആരംഭിച്ചു. അത് 80കളിൽ ചെറിയ തോതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാശ്മീരി യുവാക്കളെ അതിർത്തി കടത്തി കൊണ്ടുപോയി പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ കൊണ്ടുപോയി പരിശീലിപ്പിച്ച് ഭീകര പരിശീലനം കൊടുത്ത് തിരിച്ച് ഇന്ത്യയിലേക്ക് വിട്ട് അവരെ ഉപയോഗിച്ച് അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകളെ, അവർ ബ്രാഹ്മണരാണ്, ഈ ജവഹർലാൽ നെഹ്റു ഒരു കാശ്മീരി പണ്ഡിറ്റാണ്, ആ കാശ്മീരി പണ്ഡിറ്റുകളെ അവിടുന്ന് ഓടിക്കാൻ ആരംഭിച്ചു. അവിടെയൊക്കെ ഈ വെള്ളിയാഴ്ച ദിവസം പള്ളികളിൽ നിന്ന് ആഹ്വാനമുയർന്നു, ഒന്നുകിൽ മതം മാറുക അല്ലെങ്കിൽ കാശ്മീർ വിട്ടു പോവുക എന്നൊരു ആഹ്വാനം അവിടെ പള്ളികളിൽ നിന്ന് ഉയർന്നതായിട്ട് അന്നത്തെ പല ഇതിനിരയായ പല ആൾക്കാരും, അതിൽ ജീവിച്ചിരിക്കുന്നവർ പലരും പല ചാനലുകളിലും മാധ്യമങ്ങൾക്കും ഒക്കെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അന്ന് തുടങ്ങി 1989 ഈ പണ്ഡിറ്റുകളുടെ കൂട്ടപലായനം അവിടെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് ജമ്മുവിൽ അധികം, ഇപ്പം നമ്മളിവിടെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ജമ്മുവിലാണ് അധികം ഹിന്ദുസ് താമസിക്കുന്നത്. ബാക്കി ഈ വാലീസിൽ താമസിക്കുന്ന, കശ്മീർ വാലിയിൽ താമസിക്കുന്നവർ അധികം ഇസ്ലാം മതക്കാരാണ്, മുസ്ലിം. അന്ന് പറ്റിയതിന്റെ ഒരു ഭാഗം അല്ല, അത് കാശ്മീരില് മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെ ലക്ഷക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകളും ഉണ്ടായിരുന്നു. ഈ പണ്ഡിറ്റുകളാണ് അവിടെ വിട്ടോടിയത്, താഴ്വര വിട്ടോടേണ്ടി വന്നത്. അവരുടെ ഭൂസ്വത്തുക്കളും സ്ഥാവര ജംഗമ വസ്തുക്കളും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് അവര് ജീവൻ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് താഴ്വരയിൽ നിന്ന് കൂട്ടപ്പലായനം നടത്തുകയായിരുന്നു, താഴ്വര ഉപേക്ഷിച്ച് വരികയായിരുന്നു. ഇതിനെ സ്വാതന്ത്ര്യ സമരമെന്ന് അരുന്ധതി റോയ് അല്ല ലോകത്ത് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവര് ആയുധം കൊണ്ട് നമുക്ക് എതിരെ അവര് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവര് പേന കൊണ്ടാണ്, വാക്ക് കൊണ്ടും പേന കൊണ്ടുമാണ്. അരുന്ധതി റോയ് മറ്റിടത്ത് AK-47 ഉപയോഗിക്കുമ്പോൾ, LETയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ AK-47 ഉപയോഗിക്കുമ്പോൾ ഇവർ എഴുത്താണ്, പേനയാണ് ഇവരുടെ ആയുധം. സെഡീഷൻ വേണമെങ്കിൽ പറയാം അല്ലേ, രാജ്യദ്രോഹം. തീർച്ചയായിട്ടും അത് ആര് ചെയ്താലും, എത്ര വലിയ സാഹിത്യകാരി ചെയ്താലും അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനെ നമ്മുടെ നിയമവാഴ്ചക്കെതിരായിട്ട്, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും ഭരണഘടനയ്ക്കും എതിരായിട്ട് ആര് മുന്നോട്ട് പോയാലും അതിനെ മുളയിലേ നുള്ളണം, ഒരു സംശയവും വേണ്ട. അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. നേരത്തെ 370 ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടന അവിടെ ബാധകമല്ലായിരുന്നു. അവർക്ക് അവരുടേതായ ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. അലിഖിതമാണെങ്കിലും ആ ഭരണഘടന അനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലാണ്. അതുകൊണ്ട് ഇന്ത്യൻ യൂണിയന്റെ നിലനിൽപ്പിന് അപകടമുണ്ടാക്കുന്ന, അതിനൊരു ചെറിയ വെല്ലുവിളിയെങ്കിലും ഉയർത്തുന്ന എന്ത് അവിടെ സംഭവിച്ചാലും അതിനെ നിരോധിക്കണം, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം, ശക്തമായിട്ട് അത് അടിച്ചമർത്തണം, ഒരു സംശയവും വേണ്ട. അതാണ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ചെയ്തിരിക്കുന്നത്. അരുന്ധതി റോയ്ക്കും AG നൂറാനിക്കും ഒന്നും പ്രത്യേക പരിഗണന ഇല്ല
അവരുടെ പുസ്തകങ്ങൾക്കൊന്നും അങ്ങനെ എന്തെങ്കിലും ഒരു ഈ പറയുന്ന മെറിറ്റ് കൽപ്പിച്ച് അതിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അതിനെയും നിരോധിക്കണം. അത് തന്നെയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. വിഘടനവാദം വളർത്തുന്ന തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പുസ്തകവും ഇന്ത്യയിൽ ഒരിടത്തും അത് പ്രചരിപ്പിക്കാൻ പാടില്ല, അത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. ആ നിയമം ശക്തമായിട്ട് നടപ്പാക്കുക തന്നെ വേണം.